നമ്മൾ കടമത്ത് എന്ന് പറയുന്ന ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് കടമത്തിൽ അഥവാ കവരത്തിയിൽ നിന്നും വരുന്ന വെസൽസ് ആണെങ്കിൽ ഉൾക്കടൽ നിർത്തും. അവിടെ നിന്ന് പുറപ്പെടുന്ന ബോട്ടുകളിലായിരിക്കും നമ്മൾ ഇവിടേക്ക് എത്തുക. കാരണം ഇവിടേക്ക് വെസൽസുകൾ കടക്കുവാനുള്ള ആഴം ഇല്ലാത്തത് കൊണ്ടാണ് അത് കുറച്ച് മാറി അവിടെ ഉണ്ടാവുക. അതിനുശേഷം ഇവിടെയുള്ള ബോട്ടുകൾ ഉണ്ടാകും. ഈ ചെറു ബോട്ടുകളിലായിരിക്കും നമ്മൾ വെസൽസിൽ നിന്ന് മാറി ഇവിടേക്ക് കയറുക. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഒരു ബോട്ട് ജെട്ടി എന്ന് പറയുന്ന ഒരു പാലം. അപ്പോൾ ഈ ഒരു പാലത്തിൽ ഇറങ്ങി നമ്മൾ ആദ്യം ഈ ഒരു ഇതിന് തൊട്ടടുത്തായിട്ട്, അഥവാ ഞാൻ നടന്നു വരുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. നമ്മുടെ പെർമിറ്റ് ഒക്കെ ഇവിടെ ഈ എയ്ഡ് പോസ്റ്റിൽ നമ്മൾ എൻട്രി ചെയ്ത് കാണിച്ച് അവിടെ സൈൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് മറ്റ് ആക്ടിവിറ്റികളിലേക്ക് പോകാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ ആദ്യം വന്നാൽ നമ്മുടെ പെർമിറ്റ് ഇവിടെ എൻട്രി ചെയ്യണം. അപ്പോൾ ഇവിടെ അതിൻ്റെ സ്റ്റാഫ് ആ സമയങ്ങളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പോലീസ് എയ്ഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ പോലീസ് എയ്ഡ് പോസ്റ്റിൽ നമ്മൾ പെർമിറ്റ് എൻട്രി ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ ബന്ധപ്പെട്ട മറ്റ് ആക്ടിവിറ്റികളിലേക്ക് ഏർപ്പെടാമെന്നുള്ളതാണ്. ഇതാണ് കടമത്ത് എന്ന് പറയുന്ന ഐലൻഡിൻ്റെ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ കടമത്ത് ഐലൻഡ് എന്ന് പറയുന്നത് ഏകദേശം 7-7.5 കിലോമീറ്റർ നീളത്താൽ ചുറ്റപ്പെട്ട, ഏകദേശം വാട്ടർ ലിസ്റ്റിൽ 4000 ചില്ലാനം അഥവാ 4500ഓളം മാത്രം ജനങ്ങളും പോപ്പുലേഷനുമുള്ള ഒരു ഐലൻഡാണ് ഈ ഐലൻഡ് എന്ന് പറയുന്നത്. ഇതിവിടെ വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ ഓഫീസുകളും സംവിധാനങ്ങളും ഒക്കെയാണ്. നമുക്ക് ഈ കടമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കടമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലക്ഷദ്വീപിൻ്റെ ടൂറിസം ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ ടോപ്പ് ഓഫ് ദ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത 1993 ഇവിടെ ഹൗസ് ബോട്ടുകളുടെയും അതോടൊപ്പം തന്നെ ഇവിടെ വാട്ടർ ടൂറിസത്തിൻ്റെയും ഡൈവ് ടൂറിസത്തിൻ്റെയും ഒക്കെ അനന്തമായ സാധ്യതകൾ കൊണ്ടുവന്നിരുന്ന PM സയ്യിദ് അന്ന് ഈ ലക്ഷദ്വീപിൻ്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന വലിയ വികസന വിപ്ലവങ്ങളുണ്ട്. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ മറ്റ് 9 ഐലൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യമായിട്ട് ടൂറിസം സാധ്യതകൾ വന്ന ഒരു ഐലൻഡ് ഈ കടമത്ത് ഐലൻഡായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററൊക്കെ വന്ന സമയത്ത്, പ്രഫുൽ ഗോഡ പട്ടേലൊക്കെ വന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ ഐലൻഡിൽ നിന്ന് ടൂറിസം സാധ്യതകൾ മാറ്റി മറ്റ് ദ്വീപുകളിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അത് ദുർബലപ്പെട്ട്, അത് അന്യാധീനപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ വന്നാൽ ആ ഒരു സങ്കടകരം. ഇതിൻ്റെ സൗത്ത് എൻഡിലാണ് ഈ സ്ഥലം കിടക്കുന്നത്, ആ ടൂറിസ്റ്റ് പ്ലേസ് കിടക്കുന്നത്. അത് നമുക്ക് കാണിക്കാം. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ എയ്ഡ് പോസ്റ്റ് തൊട്ടടുത്തായിട്ടുണ്ട് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഒരു ഭാഗത്തുണ്ട്. 2 ഓട്ടോ സ്റ്റാൻഡുകൾ ഇവിടെയുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ് നമ്മളെ ഇവിടുത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്കറിയാം ബീച്ചിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള ഇൻ്റർലോക്കൊക്കെ പതിച്ച് ഇവിടെ ആളുകൾക്ക് കാറ്റ് കൊള്ളാനും മറ്റുമൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമുക്കിവിടെ കുറച്ച് നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഇവിടെയുണ്ട്. അസ്സലാമു അലൈക്കും. സുപ്രഭാതം പത്രത്തിൽ നിന്നാണ്, കോഴിക്കോട്. എന്താണ് ഇവിടുത്തെ കടമത്തിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ എന്താണ്, ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഒരു കടമത്തിനെ കുറിച്ചൊന്ന് പറയാൻ എങ്ങനെയാണ്? ഈ കടമത്ത് ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ടൂറിസം മാപ്പിലൊക്കെ എന്താണ് കടമത്ത് ഇപ്പം എങ്ങനെയാണ്? കാർഡമൻ ഐലൻഡ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഇതല്ലേ, ഏത് എന്തിനാ പേര്? കാർഡമൻ ആണ്. അതിന് വന്നാണ് അൻഡമാൻ്റെ ഒക്കെ എന്തെങ്കിലും ആണോ? നമ്മുടെ ഈ സുഗന്ധദ്രവ്യമല്ലേ, സുഗന്ധവ്യഞ്ജനം, എന്താ അതിന്റെ പേര്? ഏലക്ക. അതിന്റെ രൂപത്തിലാണ് കടമ ഉള്ളത്. അങ്ങനെയാണ് ആ പേര് വന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എന്നാലും ഒരു ഡെവലപ്മെന്റിൽ വളരെ ബാക്ക്വേർഡിലാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. വളരെ ബാക്ക്വേർഡിലാണുള്ളത്. മറ്റ് ദ്വീപുകളെ അപേക്ഷിച്ചാൽ വളരെ ബാക്ക്വേർഡിലാണുള്ളത്. പക്ഷെ ഇവിടെ സൗത്ത് എൻഡിലെ നിങ്ങളുടെ ടൂറിസം ക്ലബിലൊക്കെ പോയിരുന്നു, ഇപ്പം അടച്ചുപൂട്ടി കിടക്കുന്നത്. പക്ഷെ അതൊക്കെ നിന്നുണ്ടായിരുന്നെങ്കിൽ കടമത്ത് കുറച്ചുകൂടിയൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടായില്ലായിരുന്നു? തീർച്ചയായിട്ടും. പക്ഷെ അതൊന്നും ഇല്ലല്ലോ ഇപ്പം, അതൊക്കെ പൂട്ടിപ്പോയി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഗതാഗത സംവിധാനമാണോ, അല്ലെങ്കിൽ? മെയിനായിട്ട് ലക്ഷദ്വീപിൽ തന്നെ മൊത്തത്തിൽ നോക്കിയാൽ ഗതാഗതം ഒന്ന് ശരിയാക്കിയാൽ മതി, എല്ലാം ശരിയായ പോലെ ആയി. ഇപ്പോൾ കുറേ വെസൽസ് ഒക്കെ വന്നല്ലോ അല്ലേ? കുറച്ചൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഇവിടെ ഒരു സായാഹ്നങ്ങളൊക്കെ എല്ലാ ദിവസവും ഒരുപോലെ ഇവിടെ വന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ജോലിക്ക് പോകുന്നു, പിന്നെ ഇവിടെ വന്നിരിക്കുക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും എപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ എല്ലാവരും തമ്മിൽ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും എപ്പോഴും ഉണ്ടാവും.
പിന്നെ എല്ലാ ദിവസവും ഈ താനത്ത് വരും ഇവിടെ ഇരിക്കും. മഴയില്ലെങ്കിൽ എല്ലാം ഇപ്പോഴും ഉണ്ടാവും. എല്ലാവരും ഉണ്ട്. ഈ കാലവർഷമൊക്കെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഈ ഐലൻഡിൽ സമയത്തുണ്ടാവും. ഈ സമയത്ത് ഈ സീസൺ മെയ് തൊട്ട് മറ്റേ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഈ ഫയർ സീസൺ ആകുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ 5 മണിക്ക് ശേഷം എല്ലാവരും സമയം വെക്കാൻ ഇവിടെ വന്നിരിക്കും. അത് ശരി. അപ്പോൾ ഏതായാലും ഇവരുടെയൊക്കെ ഒരു സായാഹ്നം എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഗതാഗത സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വെസൽസിനെയും ഷിപ്പിനെയും ഒക്കെ ആശ്രയിച്ചതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓട്ടോറിക്ഷ, അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനം, ബൈക്കാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാഹനം. പിന്നെ എല്ലാവർക്കും സൈക്കിളുകൾ ഉണ്ടാകും, അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ നമുക്കൊരു ഹോട്ടലുണ്ട്. ഞാനിവിടെ നമ്മൾ ഇത് രണ്ടാമത് നമ്മൾ എടുക്കുന്നതാണെങ്കിൽ പോലും ഞാനിവിടെ വന്ന സമയത്ത് എന്നെ ആകർഷിച്ചൊരു കാര്യമുണ്ട് ഈ ഹോട്ടലിനകത്ത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഹോട്ടലിനകത്ത് കുറവിന്നാൽ എന്നോട് പറയുക, നിറവിരുന്നാൽ ചങ്ങാതിമാരോട് പറയുക. അപ്പം ഞാനിവിടെ ഇതെന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. കുറവിരുന്നാൽ എന്നോട് പറയുക എന്ന് വെച്ചാൽ, എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, പോരായ്മയുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഓണറോട്, ഹോട്ടലിൻ്റെ ആളുകളോട് പറയുക. ഇനി നിറവിരുന്നാൽ എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ചങ്ങാതിമാരോട് പറഞ്ഞ് നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ പറയുക എന്ന് വെച്ചാൽ ലക്ഷദ്വീപിൻ്റെ ഒരു മനസ്സാണ്. നിങ്ങളിങ്ങനെ പ്രയാസവും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, പകരം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഈ ഒരു സ്നേഹം അവർ പങ്കുവെക്കുന്നത്. നമ്മൾ ഈ ലക്ഷദ്വീപിൻ്റെ തന്നെ ഈ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സന്ധ്യ ചിലവഴിക്കുന്നത് എന്നത് സംബന്ധിച്ച്. നമ്മുടെ നല്ല കാറ്റുകൊണ്ടിരിക്കാനൊക്കെ പറ്റിയൊരു നല്ല വാക്ക് വേ ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല തണൽ മരങ്ങളുണ്ട്. തൊട്ട് ബാക്കിൽ തന്നെ ബോട്ടുകളൊക്കെ വന്ന് നിർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ കുറച്ച് യുവാക്കൾ, അവരുടെ ഒരു എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചോദിക്കാം. യുവാക്കളാണ്. എന്താ ചെയ്യുന്നത് നിങ്ങളൊക്കെ? ഞങ്ങൾ ഫിഷർമാൻസ് ആണ് എല്ലാവരും. ഫിഷർമാൻ. അപ്പോൾ ഇന്ന് പോയോ, അല്ലെങ്കിൽ പോയില്ല. ഇന്ന് പോയില്ല? രാത്രിയാണോ പോവാ? ഇല്ല, ഞങ്ങളിപ്പോൾ കുറച്ചായി കടലിൽ പോയിട്ട്. എന്താ കാരണം, എന്താണ്? ബോട്ടിൻ്റെ മെയിൻ്റനൻസ് ആണ്. ഈ ബോട്ടിൽ പെട്രോൾ കിട്ടുന്നില്ല എന്നുള്ളൊരു അങ്ങനെയുണ്ടോ? പെട്രോൾ കിട്ടാത്ത, റേഷനായിട്ട് പെട്രോൾ ആവശ്യമില്ലല്ലോ, നമുക്ക് ഡീസലല്ലേ. ഡീസലാണ് ആവശ്യം. സോറി, കിട്ടാത്തൊരു അവസ്ഥയുണ്ടാവും. പെട്രോൾ ഇവിടെ വണ്ടിയൊക്കെ ഓടാൻ ഭയങ്കര ക്ഷാമമാണ്, കിട്ടാനില്ല. റേഷനായിട്ട് എത്രയാണ് കിട്ടുക? 10 ലിറ്റർ ആണോ കിട്ടുന്നത്? പെട്രോൾ ആണെങ്കിൽ ചിലപ്പോൾ 5 ലിറ്റർ, ചില ടൈമിൽ അധികം വന്നു കഴിഞ്ഞാൽ 10 ലിറ്ററൊക്കെ കിട്ടും. അത് അവിടെ നിന്ന് ഷിപ്പ് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രം, കണ്ടെയ്നർ വന്നു കഴിഞ്ഞെങ്കിൽ വന്നെങ്കിൽ മാത്രം, ഇല്ലാതെ കിട്ടും. പ്രശ്നമായിരിക്കും. ഇവിടെ പിന്നെ കടലിലൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ കടലിൽ പോകാനും പറ്റില്ല, എവിടെയെങ്കിലും ഹോസ്പിറ്റൽ കാര്യത്തിന് തന്നെ ബൈക്ക് ഓടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത്തരം സാഹചര്യമൊക്കെ ഉണ്ടായാൽ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? പിന്നെ സാഹചര്യങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യാനാ, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വേറെ ഒരു മാർഗമൊന്നും ഇല്ലല്ലോ. കൊണ്ടുവരാനോ അങ്ങനത്തെ ഒരു പമ്പും, ഈ പെട്രോൾ പമ്പും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആ സാഹചര്യത്തിൽ ഞങ്ങൾ സൈക്കിളിലോ അല്ലെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് ഹോസ്പിറ്റലിലുള്ള ആവശ്യത്തിനൊക്കെ പോകും. ഓക്കെ, നമ്മുടെ കേരളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ സാധാരണഗതിയിൽ ചെയ്യാം. നമുക്കൊക്കെ ഒരുപാട് മാളിൽ പോകും, മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകും, അങ്ങാടികളിൽ പോകും. ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് പോകും. നിങ്ങൾ ഈ ഒരു 7 കിലോമീറ്ററിനുള്ളിൽ നിൽക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് ഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രം പുറത്തേക്ക് പോകാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതത്തിൻ്റെ നിത്യേനയുള്ള ഈ ഒരു ചെറിയ സറൗണ്ടിൽ മാത്രം നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിരസതയോ അല്ലെങ്കിൽ ഇതിനോട് പൊരുത്തപ്പെടുകയോ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത്? അത് ഞങ്ങൾ ശീലമായിപ്പോയി. ഇത് ഞങ്ങളെ നാട്ടിൽ ഇപ്പോൾ എവിടെ പോയാലും ഞങ്ങൾ ഈ ജെട്ടി പരിസരത്തിൽ അങ്ങനെ വന്നെത്തും. അത് അതൊരു ശീലമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അങ്ങാടി എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ഭാഗം തന്നെ, ഈ ജെട്ടി പരിസരത്തിൽ വന്ന് വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിരിക്കുന്ന അത് തന്നെ. ഇപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും ഇങ്ങനെ കൂടുകയും കാണുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു സൗഹൃദവും സന്തോഷമൊക്കെ ഇവിടെ ഉണ്ടാവും അല്ലേ? സന്തോഷം, എപ്പോഴും കാണുന്നവർ ഒന്ന് സംസാരിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ കടമത്തിൽ നമ്മൾ വന്നതിൻ്റെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. നമ്മൾ ഇവിടുത്തെ ലക്ഷദ്വീപിൻ്റെ MP ഹംദുള്ള സയ്യിദ്, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം ഈ കടമത്തിലേക്ക് ആദ്യമായിട്ട് നന്ദി പറയാൻ വേണ്ടി എത്തുകയാണ്. നമ്മൾ ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, എന്താണ് ഈ 5 മാസം എന്താണ് ഈ MP വിജയിച്ചതിന് ശേഷം എടുത്തത്, തനിക്ക് വോട്ട് ചെയ്ത ആളുകൾക്ക് നന്ദി പറയണം എന്നൊക്കെ ഞാനങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇവിടെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആ സമയത്താണ് ദ്വീപിലെ പണ്ടാരം ഭൂമിയുടെ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നത്.
അവിടെ അദ്ദേഹം വളരെ സജീവമായിരുന്നു. അതിനുശേഷമാണ് വെസൽസ് നിർത്തിവെച്ച വിഷയം ഉണ്ടാകുന്നത്. പിന്നീട് ഡൽഹിയുമായി ബന്ധപ്പെട്ട് നടക്കുകയും പിന്നെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വലിയ വിഷയങ്ങളും ഉണ്ടാവുകയും കോടതിയിൽ കേസ് നടക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് അദ്ദേഹം അവിടെ ഇടപെട്ട് പിന്നീട് നബിദിനം, അങ്ങനെ തന്നെ നബിദിനമൊക്കെ ഇവിടെ ഏകദേശം ഒരു മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷമാണ്. അപ്പോൾ ഇത്തരം പരിപാടികളൊക്കെ ഉണ്ടായ സമയത്ത് അത് മാറ്റിവെച്ച് പിന്നീട് ഇങ്ങോട്ട് വന്ന ഇപ്പോഴാണ് ഇത് നടക്കുന്നത്. അപ്പോൾ നമുക്ക് MP-യുടെ യാത്രയുടെ ഭാഗമായിട്ടുള്ള 1-2 വീഡിയോസ് നമുക്ക് കാണാം. പിന്നെ അതോടൊപ്പം ഇവിടുത്തെ ടൂറിസം സാധ്യതകൾ, ഇവിടെ കൾച്ചർ, നേച്ചർ, അതോടൊപ്പം ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്ക് തൊട്ടറിയേണ്ടതുണ്ട്. അപ്പോൾ കടമത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി മുതൽ നമുക്ക് കാണാൻ പോകുന്നത്. കടമത്തിൻ്റെ ഒരു നല്ല എപ്പിസോഡ് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.